ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് നമ്മൾ ഷോർട്സ് വീഡിയോസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യണം? അതായത് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറവാണെങ്കിൽ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ എങ്ങനെയാണ് നമുക്ക് ഷോർട്സ് വീഡിയോസിൽ നിന്നും എത്രത്തോളം എല്ലാം സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നമുക്ക് നേടിയെടുക്കാം? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഷോർട്സ് എല്ലാം എടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഞാൻ കഴിഞ്ഞ മാസം ചെയ്ത ഒരു ഷോർട്സ് വീഡിയോ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഈ ഒരു ഷോർട്സിന് വന്നിരിക്കുന്ന വ്യൂ എന്ന് പറയുന്നത് 920K വ്യൂസ് എല്ലാമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വ്യൂവിൽ നിന്ന് നമുക്ക് എത്രത്തോളം എല്ലാം സബ്സ്ക്രൈബേഴ്സ് എല്ലാം കിട്ടിക്കാണുമെന്ന് എത്രയാണ് എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഗസ് ചെയ്യുന്നവർ അവർ താഴെ ആ ഒരു ഗസ് ചെയ്തിരിക്കുന്ന ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ എനിക്ക് വന്നിരിക്കുന്ന ഈ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമെല്ലാം ഇവിടെ പറയാം. ഇതിനായി ഞാൻ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 5200 സബ്സ്ക്രൈബേഴ്സ് എല്ലാമാണ് എനിക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഷോർട്സ് എല്ലാം ഇടുകയാണെങ്കിൽ, അതുപോലെ നല്ല നല്ല കണ്ടന്റ് ഐഡിയാസ് എല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5000 എല്ലാം അല്ലെങ്കിൽ 10,000 20,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. നേരത്തെ ഞാൻ ഷോർട്സ് വീഡിയോസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ ലോങ് വീഡിയോസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപോലെ അടുപ്പിച്ച് നമ്മൾ ഒരുപാട് ഷോർട്സ് എല്ലാം ഇടുന്നത് ലോങ് വീഡിയോസിൻ്റെ വ്യൂസ് എല്ലാം കുറവാകാനെല്ലാം കാരണമായിരുന്നു. അതിനാൽ തന്നെ ഞാൻ അധികം ഷോർട്സ് വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് യൂട്യൂബ് കൂടുതലായി ഷോർട്സ് വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഷോർട്സ് വീഡിയോസ് എല്ലാം നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിൽ ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത് ഗുണം ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ടെക്നോളജി എല്ലാം യൂസ് ചെയ്ത്, അതായത് നമ്മൾ എഡിറ്റിംഗ് സ്കില്ലെല്ലാം നല്ല രീതിയിലുള്ള ആളുകൾക്ക്, അതുപോലെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊടുത്ത്, അതായത് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് എല്ലാം ആഡ് ചെയ്ത് ഇത്തരത്തിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായ രീതിയിൽ നിങ്ങൾ ഷോർട്സ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വൈറലാകാനെല്ലാം ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വെറുതെ എന്തെങ്കിലും വീഡിയോസ് എല്ലാം ചെയ്ത് ഒരുപാട് നമ്മുടെ സമയം പോയതിനു ശേഷം, അല്ലെങ്കിൽ ആ ഒരു ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ കുറച്ചുകൂടി ഐഡിയപരമായി നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത്, അതുപോലെ നല്ല നല്ല കണ്ടന്റ് എല്ലാം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ചാനൽ വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ചെയ്യാനും, അതുപോലെ അതിൽ നിന്നും വളരെ നല്ല ഒരു റവന്യൂ എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇതുപോലെ ഒട്ടേറെ യൂട്യൂബ് റിലേറ്റഡായ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്